നമസ്കാരം. ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ ദേശീയ വാർത്തകൾ വളരെ വേഗത്തിൽ. 41 പേർ മരിച്ച കരൂർ ദുരന്തത്തിൽ ആദ്യ പ്രതികരണവുമായി ടിവികെ അധ്യക്ഷൻ വിജയ്. മനസ്സിൽ വേദന മാത്രമെന്നും ഇത്രയും വേദന മുൻപുണ്ടായിട്ടില്ലെന്നും വിജയ് പറഞ്ഞു. നടക്കാൻ പാടില്ലാത്തത് നടന്നു. അപകടത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്നും വിജയ് ആരോപിച്ചു. കരൂർ ദുരന്തത്തിൽ പിടിയിലായ ടിവികെ നേതാവ് മതിയഴകൻ, പൗണ്ട് രാജ് എന്നിവരെ റിമാൻഡ് ചെയ്തു. കരൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇവരെ റിമാൻഡ് ചെയ്തത്. ഒളിവിൽ കഴിയുന്ന നേതാക്കൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ദുരന്തത്തിന് കാരണം സെന്തിൽ ബാലാജിയാണെന്ന് എഴുതിവെച്ച് ടിവികെ പ്രാദേശിക നേതാവ് ആത്മഹത്യ ചെയ്തു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. തീവ്ര പരിഷ്കരണത്തിനു ശേഷമുള്ള പട്ടികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത്. കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ 65 ലക്ഷം പേരെ ഒഴിവാക്കിയിരുന്നു. അതേസമയം ഒക്ടോബർ 7-നാണ് ISRുമായി ബന്ധപ്പെട്ട ഹർജികളിൽ സുപ്രീം കോടതി വാദം കേൾക്കുക. സോനം വാങ്ചുക്കിനെതിരായ ആരോപണങ്ങൾ തെറ്റാണെന്ന് ഭാര്യ ഗീതാഞ്ജലി ആങ്മു. ഐക്യരാഷ്ട്രസഭയുടെ ക്ഷണപ്രകാരമാണ് സോനം പാകിസ്ഥാനിൽ പോയത്. പ്രധാനമന്ത്രി ചൈന സന്ദർശിച്ചിട്ടും എന്തുകൊണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നില്ലെന്നും ഗീതാഞ്ജലി ചോദിച്ചു. ഇന്ത്യയിൽ പട്ടികവർഗക്കാർക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ വർധനയെന്ന് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട്. കുറ്റകൃത്യങ്ങളിൽ 28.8%, സൈബർ കുറ്റകൃത്യങ്ങളിൽ 31.2% വർധനവുമാണ് രേഖപ്പെടുത്തിയത്. ഹിന്ദി സിനിമ ജാനകിക്ക് പ്രദർശനാനുമതി നിഷേധിച്ച സെൻസർ ബോർഡിന് ബോംബെ ഹൈക്കോടതിയുടെ നോട്ടീസ്. ചിത്രത്തിന്റെ നിർമ്മാതാക്കളുടെ ഹർജിയിലാണ് കോടതി നടപടി. ചിത്രത്തിന്റെയും കഥാപാത്രങ്ങളുടെയും പേര് ചൂണ്ടിക്കാട്ടിയാണ് സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ചത്. ഹരിയാനയിലെ പാനിപ്പത്തിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥിയെ തലകീഴായി കെട്ടിത്തൂക്കി മർദ്ദിച്ച സംഭവത്തിൽ പ്രിൻസിപ്പളും ഡ്രൈവറും അറസ്റ്റിൽ. പ്രിൻസിപ്പൽ റീന, ഡ്രൈവർ അജയ് എന്നിവരാണ് അറസ്റ്റിലായത്. കുട്ടിയെ ജനാലയിൽ തലകീഴായി കെട്ടിത്തൂക്കിയ ശേഷം പ്രിൻസിപ്പലിന്റെ ഡ്രൈവർ മർദ്ദിക്കുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് അറസ്റ്റ്. ഛത്തീസ്ഗഡിൽ നീറ്റ് പരീക്ഷാർത്ഥി വെടിയുതിർത്തു മരിച്ചു. ബിലാസ്പൂർ സിറ്റിയിലെ 22-കാരനായ സൻസ്കർ സിംഗ് ആണ് മരിച്ചത്. പരീക്ഷ സംബന്ധിച്ച് സൻസ്കർ കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്ന് കുടുംബം പറയുന്നു. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ഗർഭം അലസിപ്പിക്കണമെന്നാവശ്യപ്പെട്ട ആൺ സുഹൃത്തിനെ 16-കാരി കഴുത്തറുത്തു കൊന്നു. ഗഞ്ച് സ്റ്റേഷൻ പരിധിയിലെ ലോൾജിൽ ഞായറാഴ്ചയാണ് നാടിനെ നടുക്കിയ സംഭവം. ബീഹാർ സ്വദേശി മുഹമ്മദ് സദ്ദാമാണ് മരിച്ചത്. ഉത്സവകാലത്തെ ഗതാഗത കുരുക്കിൽ കുടുങ്ങി ഡൽഹി. തെക്കൻ ഡൽഹിയിലും തലസ്ഥാനത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും മണിക്കൂറുകളോളം നീളുന്ന ഗതാഗത കുരുക്കാണ്. ദുർഗാപൂജയും ദസറ മേളയുമാണ് നീണ്ട ഗതാഗത കുരുക്കിന് കാരണമാകുന്നത്. തന്റെ വരുമാന സ്രോതസ്സുകൾ വെളിപ്പെടുത്തി ജൻസുരാജ് പാർട്ടി സ്ഥാപകനും രാഷ്ട്രീയ തന്ത്രജ്ഞനുമായ പ്രശാന്ത് കിഷോർ. കഴിഞ്ഞ 3 വർഷത്തിനിടെ താൻ 241 കോടി രൂപ കൺസൾട്ടൻസി ഫീസായി സമ്പാദിച്ചതായി പ്രശാന്ത് കിഷോർ പറഞ്ഞു. പാർട്ടിയുടെ ഫണ്ടിങ്ങിനെ കുറിച്ച് BJP നേതാവ് ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് വെളിപ്പെടുത്തൽ. ജമ്മു കാശ്മീരിൽ തെറ്റായ വിവരണവും വിഘടനവാദവും പ്രചരിപ്പിച്ചെന്ന പേരിൽ 25 പുസ്തകങ്ങൾ നിരോധിച്ചതിലെ ഹർജി കേൾക്കാൻ സ്പെഷ്യൽ ബെഞ്ച് രൂപീകരിക്കുന്നത് പരിഗണിക്കുമെന്ന് ജമ്മു കാശ്മീർ ഹൈക്കോടതി. എഴുത്തുകാരി അരുന്ധതി റോയ്, ഭരണഘടനാ വിദഗ്ധൻ AG നൂറാനി എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ പുസ്തകങ്ങളാണ് നിരോധിച്ചത്. കപിൽ കോക്ക്, ഡോക്ടർ സുമന്ത്ര ബോസ്, ഡോക്ടർ രാധാകുമാർ, വജാഹത്ത് ഹബീബുള്ള എന്നിവരാണ് ഹർജി സമർപ്പിച്ചത്.